ഗൈസ്, ആര്യപടായിയാണ്. ആര്യപടായി വീണ്ടും യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ഞാൻ കണ്ടസ്റ്റന്റ് ഒന്നല്ല, പക്ഷെ എന്നാലും എന്റെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഇന്നതാ പടപടയെന്ന് ആര്യപടയെ എല്ലാം 4 പാട് പൊട്ടി മുളച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 6മായി ബന്ധപ്പെട്ട്. അപ്പോ കുറെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു, കുറെ പേരുടെ ഇപ്പൊ ദിയാസനയുടെ സ്റ്റോറി വന്നു, പിന്നെ കുറെ യൂട്യൂബേഴ്സ് രാജ് ടോക്സ് അടക്കമുള്ള വളരെ പോപ്പുലർ ആയിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിൽ വരുന്നു. ഒരു എയർപോർട്ട് അപ്പൊ പറഞ്ഞു വരുന്നത്, ചെന്നൈയിലെ എയർപോർട്ടിൽ വെച്ചിട്ട് ജാസ്മിന്റെ ഫാദർ ജാഫർ അങ്കിളിനെയും ഉമ്മച്ചീനെയും ഞങ്ങൾ മീറ്റ് ചെയ്ത് ആസ് ഇൻ ആക്സിഡന്റലി കണ്ടതാണ് അവിടെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം ഒന്നിച്ചുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ചെയ്യായിരുന്നു ഫ്രം ചെന്നൈ, ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലേക്കും. അപ്പം ആ ഒരു 1 hour ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഭയങ്കര ഫ്രണ്ട്ലി ടോക്ക് ആയിരുന്നു. അവര് ഭയങ്കര നല്ല രീതിയിൽ, ഇൻഫാക്ട് ജാഫർ അങ്കിള് എന്റെ ട്രീറ്റ് ആണ് ഇന്നെന്ന് പറഞ്ഞ് കോഫി വരെ മേടിച്ചു തന്നു. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു വേണ്ട വിട്ടേക്കാം, പക്ഷെ അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ഒരു 1 hour എന്തൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു കേട്ടോ. ഞാന്, സിബിൻ, ജാഫർ അങ്കിൾ, ജാസ്മിന്റെ ഉമ്മച്ചി, ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച എല്ലാ കാര്യങ്ങളും. ഇതിന്റെ ഇടയിൽ ദിയാസനെ എടുത്ത് ഫോണിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജാഫർ അങ്കിളിന്റെ ഫോണിലാണ് ദിയാസനെ വിളിച്ചത്, അതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ലൈവ് തന്നെ ആയിക്കോട്ടെ എന്നാ പിന്നെ, കാരണം കുറെ പറയാനുണ്ട്, സ്റ്റോറിയിൽ നിൽക്കില്ല. അപ്പൊ ഒരു 7 മണിയാകുമ്പോ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലില് ലൈവ് വരാം. എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്. ഹലോ, അപ്പൊ ഞാൻ വന്നു. അതായത് ആര്യ സിബിനും എന്തായാലും പറഞ്ഞു ഞാൻ എന്തായാലും ഇതിന് റിപ്ലൈ തരുമെന്നുള്ളത്. അപ്പം വളരെ കൃത്യമായിട്ട് റിപ്ലൈ തരാം. ഒന്ന്, ഞാൻ ആര്യയുടെ അടുത്താണ്. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ ഒരു സാധനം പറയാം. ദിയാസന ഒരു ആക്ടിവിസ്റ്റ് അല്ലേ, ദിയയ്ക്ക് അതിനുള്ള ബോധമില്ലേ? ആര്യയുടെ പ്രൊഫഷനെ ഞാൻ ചോദിക്കുകയോ ആര്യക്ക് ബോധമില്ലെന്ന് ചോദിക്കാനോ ഞാൻ ആളല്ല. പിന്നെ ആര്യക്ക് ഈ വിഷയം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് വിട്ടാള, അല്ലെങ്കിൽ അതങ്ങ് പോട്ടെ, അത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ മുഷിയണ്ട എന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാൻ പറ്റും. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആര്യ പറഞ്ഞു ഇതുപോലെ ആരെയൊക്കെയോ വിളിക്കുന്നു. ആര്യ അതിനെ മിസ്ഗൈഡ് ചെയ്ത് വിടരുത് ആളുകളുടെ ഇടയിലേക്ക്. ആര്യക്ക് അറിയുന്ന സുഹൃത്തും എനിക്കറിയുന്ന സുഹൃത്തിനോടും നമ്മൾ ഈ വിഷയം നടന്നപ്പോഴത്തേക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ആര്യ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടടാ, അപ്പൊ ഇനി നീ അത് അവളടുത്ത് പറയണമെന്നില്ല, കാരണം അവള് പറയട്ടെ എന്താണ് ലൈവിൽ വന്നിട്ട്, അതിനനുസരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇടയിലുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞാൻ ആരൊക്കെയോ വിളിച്ചു ഒരുപാട് ഇങ്ങനെ പറയും. സിബിനോടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിനാണ് പറഞ്ഞത് ദിയാസനയാണ് ജാസ്മിന്റെ PR എന്ന്. ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അതിനകത്ത് എനിക്കൊരു അഭിമാനക്കുറവുമില്ല. ഞാൻ സിബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ എഴുതിയ പോസ്റ്റിനകത്തവരുണ്ട് സിബിൻ ജാസ്മിൻ വാർ നടക്കാൻ പോവാണെന്നൊക്കെ. അത്രയും നല്ല രീതിയിലാണ് സിബിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സിബിൻ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഫീൽ ആയെന്ന് വെച്ചാൽ, സിബിന് 2-3 ദിവസം മുമ്പ് ഇങ്ങനെ സൈബർ ബുള്ളിങ് വന്നത് ജാസ്മിന്റെ ആർമികൾ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ആ രീതിയിൽ PR ആക്കുന്ന സാഹചര്യത്തിൽ വരുന്നത് ഞാനും കൂടെ ചേർന്ന് സിബിനെ ആക്രമിച്ച പോലെയുള്ള ഒരു വിമർശനം സിബിനുള്ളതുപോലെയാണ് എനിക്ക് ആ ഒരു. സിബിനും ജാസ്മിന്റെ ഫാദറും യാദർശികമായിട്ട് എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. സിബിൻ ജാസ്മിന്റെ ഫാദറുമായിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നടന്നിട്ടുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. ദിയാസനയും ബഡായി ആര്യയും തമ്മിൽ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. കൃത്യമായിട്ട് 35 മിനിറ്റുള്ള ഒരു ലൈവ് വീഡിയോ ആര്യയുടെ അതല്ലെങ്കിൽ സിബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ആര്യ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.